അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ യുവതി യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി ഒരു 19 മുതൽ 20-21 ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെയും HIV അണുബാധകളുടെയൊക്കെ ഒരളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി KSACS 2020 നടത്തിയ ഒരു പഠനപ്രകാരം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ HIV അണുബാധ 15.5% കണ്ടെത്തി. ഇത് നമ്മുടെ നാഷണൽ ആവറേജ് ആയ 2.6 എന്ന് പറയുന്നതിന്റെ ഏകദേശം 6 ഇരട്ടിയാണ്. അത്രയും കൂടുതലാണ് ഇവിടെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കുറേയധികം ആളുകൾക്കിടയിലുള്ള HIV അണുബാധ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ HIV കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിറ്റി കൊച്ചിയാണ്. ഏകദേശം 150 പുതിയ കേസസ് ആണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 84ഉം 82ഉം ആയിട്ട് തൊട്ടുപുറകിൽ കോഴിക്കോടും തിരുവനന്തപുരമുണ്ട്. ബീച്ചിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പൊ തന്നെ സിറിഞ്ച് കിട്ടി തുടങ്ങി. അതിന്റെ നീഡിൽ ഉൾപ്പെടെ ഇവിടെ എവിടെയോ മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ തൊട്ടു പുറകിൽ ഇതേ പിള്ളേർ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ ഭാഗങ്ങളിലൊന്നാണ് ഇവിടെ. ഒരു കാര്യം ശരിയാണ്, HIV വൈറസ് മനുഷ്യ ശരീരത്തിന് പുറത്ത് ജീവിച്ചിരിക്കില്ല. അന്തരീക്ഷവുമായി എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ആ വൈറസിനെ ഇൻഫെക്ട് ചെയ്യാനുള്ള ക്ഷമത കുറയും. എന്നാൽ ചില ഫാക്ടേഴ്സ് ഇതിന്റെ സർവൈവലിന് കാരണമായേക്കാം. അതായത് ആ നീഡിൽ എത്രത്തോളം ബ്ലഡ് ഉണ്ട്, തണുപ്പുള്ളതും മോയ്സ്ചർ ഉള്ളതുമായി. വളരെ ഗൗരവമുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2023 കണക്കുകൾ പ്രകാരം ഏകദേശം 31,40,000 പേരാണ് HIV അണുബാധിതരായിട്ടും എയ്ഡ്സ് രോഗികളായിട്ടും ആകെ മൊത്തം ഇന്ത്യയിലുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ HIV ബാധിതരുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് കാരണം ഈ HIV മൂർച്ഛിച്ച് എയ്ഡ്സിലേക്ക് പോകുന്ന കേസുകൾ വളരെ കുറവാണ്. അത് പറഞ്ഞപ്പോഴാണ് പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഈ HIV-യും എയ്ഡ്സും ഒന്നാണെന്നുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ HIV എയ്ഡ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. HIV എന്ന് പറയുന്ന ഒരു വൈറസാണ്, അതൊരു അണുബാധയാണ്. HIV ഉള്ള എല്ലാവരും എയ്ഡ്സിലേക്ക് എത്തിപ്പെടണമെന്നില്ല. എന്നാൽ എയ്ഡ്സ് വരുന്ന എല്ലാവർക്കും HIV അണുബാധ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഈ HIV എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ശരീരത്തിൽ പ്രവേശിച്ച് അത് മൂർജിച്ചാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനക്ഷമം വളരെയധികം മോശമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിപ്പെട്ട ഒരാളെയാണ് നമ്മൾ എയ്ഡ്സ് രോഗി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സ്കിന്നിൻ്റെ പുറത്ത് പലതരത്തിലുള്ള സിംറ്റംസ് കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കണ്ട് സംശയം തോന്നി. ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർക്കിങ്ങനെ അസുഖമുണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ സിഫിലിസ് ഉള്ള ആളുകളുണ്ട്, ജെനിഷ്യൽ ഹെർപ്പസ് ഉള്ള ആളുകളുണ്ട്, HIV പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ യുവതി-യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി ഒരു 19 മുതൽ 20-21 ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെയും HIV അണുബാധകളുടെയൊക്കെ ഒരളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൽ കൂടുതലും കേരളത്തിനകത്തും പുറത്തുമായിട്ട് പഠിക്കുന്ന പല വിദ്യാർത്ഥികളാണ്. അതിൽ പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, എസ്പെഷ്യലി കൊച്ചി, ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ. 2023 നവംബറിൽ ഡെക്കാൻ ഹെറാൾഡിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ പ്രകാരം മാസം തോറും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ HIV കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിറ്റി കൊച്ചിയാണ്. ഏകദേശം 150 പുതിയ കേസസ് ആണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 84ഉം 82ഉം ആയിട്ട് തൊട്ടുപുറകിൽ കോഴിക്കോടും തിരുവനന്തപുരം ഉണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഏകദേശം 100 പുതിയ HIV കേസസ് ആണ് കേരളത്തിൽ ഒരു മാസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കേസുകൾ ഉണ്ടാവാം. ഒരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് HIV അണുബാധ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇത് ശരീരത്തിൽ കയറി അത് തിരിച്ചറിയാതെ 10-15 വർഷങ്ങളൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ 15 വർഷം കഴിഞ്ഞായിരിക്കും ഇവർ തിരിച്ചറിയുന്നത്. 2025 HIV എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യണം എന്നാണ് 2021 കൊടുത്തൊരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത്. കുറേയൊക്കെ അതിനുവേണ്ട പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യ വകുപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ കുറവൊന്നും വരുന്നില്ല. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി KSACS ഇതിനെ വിലയിരുത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് വന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, അതുപോലെ എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്ന പഠനത്തിനായും ജോലിയുടെ ആവശ്യങ്ങൾക്കായും കേരളത്തിന് പുറത്തും മറ്റ് രാജ്യങ്ങളിലും പോയി തിരിച്ചു വരുന്ന ആളുകൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം HIV-യുടെ വർധനവിന് കാരണമാകാം എന്നാണ് അവർ പറയുന്നത്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ആളുകൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയും, അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡേറ്റ ലഭിക്കാത്ത വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ. കാരണം ഇവരൊരു ഫ്ലോട്ടിംഗ് നമ്പറാണ്. ഇന്ന് കാണുന്ന ആളുകൾ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, നാളെ കാണുന്ന ആളുകൾ മറ്റന്നാൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇവരുടെ ഡേറ്റ കളക്ട് ചെയ്യാനോ ഇവരെ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും സാധിക്കാറില്ല. ഇവരിൽ HIV അണുബാധയുള്ള പലരും പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളാണ്. അതുപോലെ ഇവരിൽ തന്നെ താൻ ഇൻഫെക്റ്റഡ് ആണ് എന്നറിയാത്ത ആളുകളും ഉണ്ട്. ഇവര് അണുബാധ ഇല്ലാത്ത ആളുകളുമായി ഇടകലർന്ന് ശാരീരിക ബന്ധത്തിലൂടെയും മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് വ്യാപിക്കുന്നതിലൂടെയും അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ വ്യാപനത്തിന് കാരണമാകുന്നു. സ്ത്രീകളായിട്ടുള്ള ലൈംഗിക തൊഴിലാളികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ
പല പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ, അതിഥി തൊഴിലാളികൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു ഇന്റർവെൻഷൻ നടത്തി വരുന്നത്. ഇനി കേരളത്തിലെ ആളുകളിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ യുവതി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും സുരക്ഷിതമല്ലാത്ത ലൈംഗികതയും പല ലൈംഗിക വൈകൃതങ്ങളും ഇതിന്റെ വർധനവിന് നല്ല രീതിയിൽ ഒരു പങ്കുവഹിക്കുന്നുണ്ട്. ഇനി മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ആണിത്. ബീച്ചിലോട്ട് ഇറങ്ങിയതേ ഉള്ളേ അപ്പൊ തന്നെ അതേ സിറിഞ്ച് കിട്ടി തുടങ്ങി. ഇത് ആക്ച്വലി ഒരു വയലാണ്, അതായത് ഇഞ്ചക്ഷന്റെ മരുന്ന് വരുന്ന ഒരു പാത്രമാണ്. നമുക്ക് അതിനെയും മെഡിക്കൽ വേസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാം. പിന്നെ ദേ ഇവിടെ കണ്ടില്ലേ, മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് ഒരു സിറിഞ്ചിന്റെ ഭാഗമാണ്. അതിന്റെ പിസ്റ്റണും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സിലിണ്ടറിന്റെ ഒരു ഭാഗവും മാത്രമേ ഉള്ളൂ. ബാക്കി ഒടിഞ്ഞിട്ട് അതിന്റെ നീഡിൽ ഉൾപ്പെടെ ഇവിടെ എവിടെയോ മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ തൊട്ട് പുറകിൽ ഇതേ പിള്ളേർ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ ഭാഗങ്ങളിലൊന്നാണ് ഇവിടം. കുറച്ചു നേരം കടലിൽ നോക്കി കരയിൽ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതേ പുറകിൽ ഈ കാണുന്ന പോലെ ഒരു സൂചി ഇരിക്കുന്നത്. ഒരു ഇൻസുലിൻ സിറിഞ്ച് നേക്കഡായിട്ട് വിത്തൗട്ട് ക്യാപ്പ് സൂചിയും കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതുപോലൊരു സൂചിയൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് നമുക്ക് എന്ത് അസുഖം വന്നാലും, ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും നമുക്ക് ചോദിക്കാനോ പറയാനോ ഒരൊറ്റ മനുഷ്യരും ഒരൊറ്റ അതോറിറ്റീസ് നമ്മുടെ കൂടെ കാണൂല. അതുകൊണ്ട് അവനവൻ്റെ സേഫ്റ്റി അവനവൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളൂ. ആലപ്പുഴ ബീച്ചിൽ ഉപയോഗിച്ച നിലയിൽ പല സൂചികളും സിറിഞ്ചുകളും ഒക്കെ ബീച്ചിന്റെ ഒരു മെയിൻ ഏരിയയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. പ്രായമായ ആളുകൾ മുതൽ വളരെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണിത്. കുട്ടികൾ മണ്ണിൽ കളിക്കാറുണ്ട്, ആളുകൾ വന്ന് ബീച്ചിൽ ഇരിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും HIV വൈറസ് അങ്ങനെ അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് തന്നെ യൂസ്ഡ് ആയിട്ടുള്ള നീഡിൽ നിന്ന് പകരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ അത് സാധ്യതയെ മാത്രമാണ് കുറവാക്കുന്നത്. ഒരിക്കലും ഇമ്പോസിബിൾ ആണെന്ന് എവിടെയും തെളിയിച്ചിട്ടില്ല. അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു നീഡിൽ നിന്ന് ഒരിക്കലും പകരില്ല എന്നെവിടെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ചില സർക്കംസ്റ്റാൻസസിൽ, ചില കണ്ടീഷൻസിൽ പകരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ശരിയാണ്, HIV വൈറസ് മനുഷ്യ ശരീരത്തിന് പുറത്ത് ജീവിച്ചിരിക്കില്ല. അന്തരീക്ഷവുമായി എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ആ വൈറസിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ക്ഷമത കുറയും. എന്നാൽ ചില ഫാക്ടേഴ്സ് ഇതിന്റെ സർവൈവലിന് കാരണമായേക്കാം. അതായത് ആ നീഡിൽ എത്രത്തോളം ബ്ലഡ് ഉണ്ട്, തണുപ്പുള്ളതും മോയ്സ്ചർ ഉള്ളതുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ചൂടുള്ളതും ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനേക്കാളും കൂടുതൽ വൈറസിന് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചെറിയ സാധ്യത പോലും നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. ഇനി നമ്മളിതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാലും ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് 7 ദിവസം വരെ യൂസ്ഡ് ആയിട്ടുള്ളൊരു നീഡിൽ അതിജീവിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ അസുഖമുള്ള ഒരാൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു നീഡിലിൽ 7 ദിവസം വരെ ഹെപ്പറ്റൈറ്റിസ് ബി, സി വൈറസുകൾക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ അതിലറിയാതെ കയറി ചവിട്ടുകയോ അല്ലെങ്കിൽ കുട്ടികൾ മണ്ണൊക്കെ വാരി കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിലോ ഒക്കെ ഇതുകൊണ്ടൊരു മുറിവുണ്ടാകുകയാണെങ്കിൽ അവർക്കിത് പകരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതുപോലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും അത് നിയന്ത്രിക്കാനും വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇതുപോലുള്ള പബ്ലിക് പ്ലേസസിൽ നൈറ്റ് പെട്രോളിംഗ് പോലുള്ള കാര്യങ്ങൾ ശക്തമാക്കണം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റി നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായി വളരെയധികം കെയർ ചെയ്യണം. ഇപ്പോഴത്തെ ജനറേഷനിലെ യുവതലമുറയ്ക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാണ്. എന്നാൽ ഇതുപോലുള്ള മയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിലും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലുമൊക്കെ ചെന്നെത്തിപ്പെടുന്നത് അവരെയും ഈ രോഗത്തിന്റെ ഒരു വിക്റ്റിമാക്കാം. അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെയും ലൈംഗിക വൈകൃതങ്ങളുടെയും സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടത്ര കൗൺസിലിങ്ങും ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ളൊരു ബോധവൽക്കരണവും കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. സിഫിലിസ്, ജെനിഷ്യൽ ഹെർപ്പസ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സ്കാബീസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇതിനെപ്പറ്റിയൊക്കെ HIV പറ്റി മാത്രമല്ല ഇതിനെപ്പറ്റിയൊക്കെ വേണ്ടത്ര കൗൺസിലിങ്ങും വേണ്ടത്ര ബോധവൽക്കരണവും ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ HIV യൂസ് ചെയ്ത ഒരു നീഡിൽ അന്തരീക്ഷവുമായി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ കൂടി പകരില്ല എന്നുള്ള ധൈര്യത്തിൽ പലരും ചിലപ്പോൾ ഒരേ നീഡിൽ തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാകും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള വൈറസുകൾ ഇതുപോലുള്ള നീഡിലുകളിൽ 7 ദിവസം വരെ അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്നും ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. അതുപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഇടയിലും വളരെയധികം ഈ ഒരു HIV വൈറസ് പടർന്നു പിടിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി KSACS 2020 നടത്തിയൊരു പഠനപ്രകാരം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ HIV അണുബാധ 15.5% കണ്ടെത്തി. ഇത് നമ്മുടെ നാഷണൽ ആവറേജ് ആയ 2.6 എന്ന് പറയുന്നതിൻ്റെ ഏകദേശം 6 ഇരട്ടിയാണ്. അത്രയും കൂടുതലാണ് ഇവിടെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കുറേയധികം ആളുകൾക്കിടയിലുള്ള HIV അണുബാധ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തിൻ്റെ ക്ലിനിക്കിൽ വന്ന ആളുകളിലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ഒട്ടും കുറവല്ല. ഇപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ കണ്ടെത്തി അവരോട് ഇതിൻ്റെ സോഴ്സ് അറിയാൻ വേണ്ടി പല കാര്യങ്ങളും ചോദിക്കുന്നതിനിടയിൽ അവർ തന്നെ അവരുടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി. അപ്പോൾ ടോട്ടലി ഓവറോൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 2025 HIV അണുബാധിതരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം, പുതിയ HIV അണുബാധകൾ ഉണ്ടാകുന്ന പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ
അതിനനുസരിച്ച് നമ്മുടെ കൗൺസിലിങ്ങും മറ്റു പ്രവർത്തനങ്ങളും അത്രത്തോളം തന്നെ ശക്തമാക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പൊതു ഇടങ്ങളിൽ ഇങ്ങനെയുള്ള സിറിഞ്ചും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അതിനുവേണ്ട അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വരാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിൽ നിന്ന് റിക്കവർ ആകുക എന്നുള്ളത് പല കാര്യങ്ങളിലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും ആരോഗ്യവാന്മാരായി ഇരിക്കാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.